പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ ന്യായീകരിച്ച CPIM മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ല എന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും K സുരേന്ദ്രന്റെയും ശബ്ദം ഒരുപോലെയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെ ചോദ്യം ചെയ്ത് BJP രംഗത്തെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ശരി ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. വിമർശിച്ചത് മതത്തെയോ മതനേതാവിനെയോ അല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരിക്കണമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് VD സതീശന്റെ മറുപടി. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയാചാര്യനെന്നായിരുന്നു K സുരേന്ദ്രന്റെ ചോദ്യം. മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? 24 പാലക്കാട്.